ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും കൂടി ഇന്നൊരു കാട്ടിലോട്ടൊരു യാത്ര പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കൂടി ആട്ടോ പോകുന്നത്. എവിടെയെങ്കിലൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. പിള്ളേരൊക്കെ ചടപടയെന്ന് കാറിലൊക്കെ കയറുന്നുണ്ട്. ഇതാ കാറെടുത്തു, ഇതാ എല്ലാവരും കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ പോവാണ് കേട്ടോ. എവിടെയാണ് സ്ഥലം എന്ന് പറയാം. ഞങ്ങൾ എല്ലാവരും കൂടെ പോവാണ് കേട്ടോ. തിരുനെല്ലിക്കാണ് പോകുന്നത്. അതാണ് ഞാൻ കാടെന്ന് പറഞ്ഞത് കേട്ടോ. തിരുനെല്ലി ഒരു കാടാണ്. അപ്പോൾ അതാ കാട്ടിലൂടെ ഒരു യാത്ര പോകാമെന്ന് വിചാരിച്ചതാ ഞങ്ങൾ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഞാനും ഏട്ടനും അമ്മയും ചേച്ചിയും പപ്പയും എല്ലാവരും ഉണ്ട്. പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ കാട് കാണാമെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഇതാ ഞങ്ങൾ പോവാണ്. അപ്പോൾ ഇതാ കാട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കാട്ടിലൂടെ പോകുമ്പോൾ കുറേ മഞ്ഞപ്പൂ കാണാം കേട്ടോ. അത് വിശക്കൊന്നാന്നാട്ടോ ഇതിനെ പറയുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്, നല്ല പൂത്ത് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ മൃഗങ്ങളെയൊക്കെ കാണുമെന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കാട്ടിലൂടെ പോകുമ്പോൾ കുറേ മരങ്ങളും എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമായിരുന്നു കേട്ടോ കാട്ടിലൂടെയുള്ള യാത്ര. അതാ കാട്ടിലൂടെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പുറത്തോട്ട് തലയിട്ടിരിക്കുവാണ് കേട്ടോ. എന്തെങ്കിലും കാണുവാണെങ്കിൽ വീഡിയോ എടുക്കണമെന്നുണ്ട്. അതാ റോവാനും പുറത്തോട്ട് തലയിട്ട് നിൽക്കുന്നുണ്ട് എന്തെങ്കിലും കാണുന്നത്. അപ്പോൾ ഇതാ അമ്പലം എത്തിയിട്ടുണ്ട്, തിരുനെല്ലി. ഇതാ തിരുനെല്ലി അമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ. ഇതാ ആ സ്റ്റെപ്പ് കയറിയിട്ട് വേണം അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ എല്ലാവരും കൂടെ അമ്പലത്തിലെത്തി, വണ്ടി പാർക്ക് ചെയ്തതാ എല്ലാവരും കൂടെ മേലോട്ട് പോവാണ് കേട്ടോ. എന്താ ഈ സ്റ്റെപ്പ് കയറിയിട്ട് വേണം കേട്ടോ. സ്റ്റെപ്പ് കയറി മേലെയാണ് അമ്പലം ഉള്ളത്. ഇത് അമ്പലത്തിലോട്ട് എത്തിയിട്ടുണ്ട്. അമ്പലം കാണാൻ നല്ല രസമുണ്ടോ. പഴയ ഒരു അമ്പലം പോലെയാണ്, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല രസം. കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് കേട്ടോ തിരുനെല്ലിയിൽ പോകുന്നത്. ചേച്ചി ആദ്യമായിട്ടാണ് തിരുനെല്ലി അമ്പലം കാണുന്നത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും പിള്ളേർക്കാണെങ്കിൽ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ താഴെ ഒരു വഴി കാണും. അപ്പോൾ അവിടെ എന്താണെന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് താഴോട്ട് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഇതാ താഴെ പോയി നോക്കിയപ്പോൾ അവിടെ ഒന്നുമില്ല. അവിടെ എന്താ പുഴ പോലെയൊക്കെയാണ് ഒരു കൊച്ചിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ അത് അവിടെ നിന്ന് തിരിച്ച് കയറി ഞങ്ങളിതാ വീണ്ടും താഴോട്ടുള്ള ശിവൻ്റെ കാൽപ്പാടൊക്കെയുള്ള സ്ഥലം കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ കടകളൊക്കെ ഉണ്ട് അവിടെ. കടകളൊക്കെ കണ്ടിട്ട് രണ്ടുപേരും ഓരോന്നൊക്കെ ചൂണ്ടിക്കാണിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ തിരിച്ച് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ മൈൻഡ് ചെയ്യാണ്ട് അങ്ങനെ പോയി താഴോട്ടേക്ക്. അപ്പോൾ ഇതാ താഴോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ ശിവൻ്റെ കാൽപ്പാട് കാണുന്നുണ്ട് കേട്ടോ. ആണ് കേട്ടോ ശിവൻ്റെ കാൽപ്പാട് പതിഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു കുളത്തിൻ്റെ നടുക്കായിട്ടാണ്. അപ്പം അങ്ങനെ അതും കണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. നേരെ തിരുനെല്ലി അമ്പലത്തിൻ്റെ അവിടെ പാപനാശിനി ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതാ എല്ലാവരും അങ്ങോട്ടേക്ക് നടന്നിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അടുത്തോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ രണ്ടുപേരും ഓട്ടം തുടങ്ങി. അങ്ങനെ ഇതാ ഞങ്ങൾ പോവാണ്. ഇതാ വെള്ളത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കണ്ട് അവിടെ നിന്ന് തിരിച്ചിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ച് പോവാണ് കേട്ടോ. അങ്ങനെ ഇതാ തിരിച്ചിറങ്ങുന്ന വഴിക്ക് ഇതാ കുറേ കുരങ്ങന്മാർ ഞങ്ങൾ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ കുരങ്ങന്മാർ അവന്മാർക്കും കാണിച്ചു കൊടുത്തതാ. പോകുന്ന വഴിക്ക് ഇതാ കുറേ മാനിനെ കണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ഒന്നിനെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ അങ്ങോട്ട് പോകുമ്പോൾ ഇതാ ഒരു മയിലിനെയും കണ്ടിട്ടോ. അപ്പോൾ ഇതാ അവന്മാർക്കും മൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ ഒരു ഏർമാടം. അങ്ങനെ അതും കണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് മടങ്ങി കേട്ടോ. ടാറ്റാ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.